ഹലോ ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾക്കിടയിൽ ട്രെയിനിങ് മേഖലയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന, ട്രെയിനിങ് മേഖലയിലേക്ക് കുറച്ചൊക്കെ എത്തിയെങ്കിലും കുറച്ചും കൂടി ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നടത്തി വരുന്ന പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നടത്തുന്ന ഒരു ഫ്രീ വെബിനാറിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ പുതിയ മെമ്പേഴ്സ് ഉണ്ട്. എന്തായാലും എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയതിൽ സന്തോഷം അറിയിക്കുകയാണ്. എൻ്റെ പേര് ഫൈസൽ എന്നാണ്. തുടക്കക്കാരായിട്ടുള്ള ആളുകളെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഫൈസൽ CA, നാട്ടില് ചന്ദ്രാപിന്നിയാണ് സ്വദേശം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, അതേപോലെ തന്നെ ട്രെയിനർ ആണ്. ഇവിടെ തൃശ്ശൂർ തന്നെയാണ് നമ്മുടെ അക്കാദമി ഉള്ളത്. വ്യത്യസ്തമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും അതേപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് കോഴ്സുകളും ഒക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൗൺസിലിംഗ്, കോച്ചിങ്, മെന്ററിംഗ് ഒക്കെ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിൽ അതേപോലെ തന്നെ ഓർഗനൈസേഷനുകളിലൊക്കെ ട്രെയിനിങ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പല കൂട്ടുകാരെയും കാണാറുണ്ട്. പലരും ചോദിക്കാറുണ്ട്, സാറേ എങ്ങനെയാണ് നമുക്കൊരു ട്രെയിനർ ആകാൻ പറ്റുക, ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് എങ്ങനെയാണ് കയറി വരിക എന്ന് പലരും ചോദിക്കാറുണ്ട്. വിശേഷിച്ചും നമ്മൾ ഈ ഒരു 10 മണി എന്നുള്ള ഒരു സമയം കണ്ടെത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കുറച്ചും കൂടിയും ഗൾഫിലുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഒരു ടൈം ഈ ഒരു 10 മണി എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്തത്. നേരത്തെ നമ്മൾ 7 മണിക്കും 8 മണിക്കും ഒക്കെ പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിശേഷിച്ചും ഞാനൊരു നേരത്തെ ഒരു പ്രവാസിയായിട്ടുള്ള ഒരാളായിരുന്നു. ദുബായിൽ ഏകദേശം ഒരു 13 വർഷത്തോളം വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതിനുശേഷമാണ് നാട്ടിലേക്ക് വരികയും ഒരു ട്രെയിനിങ് ഫീൽഡിൽ കുറച്ചും കൂടി സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ പ്രവാസികളായിട്ടുള്ള പല സുഹൃത്തുക്കൾക്കും എങ്ങനെ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് വരാം, പ്രവാസികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, നാട്ടില് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈവൻ വർക്കിംഗ് ചെയ്യുന്ന ഒരു ടീച്ചർ ആകട്ടെ, അതല്ലെങ്കിൽ മറ്റേത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു പ്രൈമറി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രൂപത്തിലോ, അതല്ലെങ്കിൽ നമുക്കൊരു ജോലിയുണ്ട് അതിന്റെ കൂടെ ഒരു ട്രെയിനർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പലപ്പോഴും പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്റെ ഒരു പരിണാമമായിരുന്നു നമ്മൾ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് ആരംഭിച്ചത്. അങ്ങനെ പല ആളുകളും ചോദിച്ചതിലൂടെ എന്തുകൊണ്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്തുകൂടാ, അവരെ നമുക്ക് ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് തുടങ്ങാൻ ആരംഭിച്ചത്. തീർച്ചയായിട്ടും അത് ലക്ഷ്യം കണ്ടു, ഫലം കണ്ടു. നമ്മൾ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് നമ്മൾ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏകദേശം 13 ബാച്ചുകൾ നമ്മൾ ഇപ്പോ എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം 150ഓളം ട്രെയിനർമാര് നമ്മളിലൂടെ പുറത്തിറങ്ങി എന്നുള്ളതാണ്. അതേപോലെ തന്നെ 14-15 ബാച്ചുകൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ ഒത്തിരി പേര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. റസിയ മാം ഉണ്ട്, ശ്രീജ മാം ഉണ്ട്, അതേപോലെ തന്നെ മുജീബ് സാർ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഷെഫീഖ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇതിലൂടെ കൂടുതൽ ആളുകളെ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത്. ഹെൽപ്പ് ചെയ്യുക, പേഴ്സണലി നമുക്ക് അവരെ സപ്പോർട്ട് കൊടുത്ത് അവരെ ഒരു ട്രെയിനിങ് കരിയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യല്ലേ, അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ, ഗ്രേറ്റ്. ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഒരു ട്രെയിനിങ്ങും, അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇന്ന് സ്കോപ്പ് കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെ? ഇന്ന്
ഏറ്റവും ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ട്രെയിനിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വിശേഷിച്ചും ഒരു കോർപ്പറേറ്റ് വേൾഡിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്, ഇപ്പൊ ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ കൂടുതൽ അറിയാം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് ട്രെയിനിങ് മാറിയിരിക്കുകയാണ്. കാരണം ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഓരോ കമ്പനികളും നീക്കി വെച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ അതൊക്കെ വിടാം, കമ്പനികളെ വിടാം, ഓർഗനൈസേഷനെ വിടാം, അതൊക്കെ വിട്ടിട്ട് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരും എത്ര ട്രെയിനിങ്ങുകളിൽ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യേന ട്രെയിനിങ്ങുകളാണ് അല്ലെ? പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ട്രെയിനിങ്ങുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ട്രെയിനിങ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏതൊരു വിഷയത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാലും പുതിയ ടെക്നോളജി വരുമ്പോൾ, പുതിയ കൾച്ചർ വരുമ്പോൾ, പുതിയ പാഠഭാഗം വരുമ്പോൾ, പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ എല്ലാം ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ട്രെയിനിങ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. നമ്മളെല്ലാവരും ഈ അടുത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ട്രെയിനിങ്ങുകളിൽ അറ്റൻഡ് ചെയ്ത ആളുകളായിരിക്കും അല്ലെ? ആരെങ്കിലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? ഇതുവരെ ജീവിതത്തിൽ ഒരു ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെ? അങ്ങനെ ആരും ഉണ്ടാവില്ല. മറിച്ച് എന്താണ്, നിരന്തരം ട്രെയിനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ടായിരിക്കും സ്പീച്ചിനേക്കാൾ ട്രെയിനിങ് കുറച്ചുകൂടി ആകർഷകമായിട്ട് വരുന്നത്? ആർക്കാ പറയാൻ പറ്റുക? സ്പീച്ചും ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർക്കാ പറയാൻ പറ്റുക? ഒരു സ്പീച്ച് നമ്മൾ കേട്ടിരിക്കുന്നതും അതേപോലെ തന്നെ ഒരു ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ഇന്ററാക്ഷൻ ഉണ്ടാവും കൂടുതൽ. ഓ ഗ്രേറ്റ്, ഇന്ററാക്ഷൻ ഉണ്ടാവും അല്ലെ? ഓക്കെ ഗ്രേറ്റ്, അത് നല്ലൊരു ആൻസർ ആണ്. ഇന്ററാക്ഷൻ ഉണ്ടാവും. ഗ്രേറ്റ്. ഓക്കെ. മറ്റെന്താണ്? വേറെ എന്താണ് പറയാൻ പറ്റുക? ട്രെയിനിങ്ങും സ്പീച്ചും പറയുന്ന സമയത്ത് ഇന്ററാക്ഷൻ ഉണ്ടാവുന്നു. പിന്നെന്താണ്? കഴിഞ്ഞോ? പ്രസന്റേഷൻ ഡിഫറെന്റ് ആയിരിക്കും. പ്രസന്റേഷൻ പ്രസന്റേഷൻ ഒന്നുകൂടി നന്നാവും. എവിടെ വരുമ്പോൾ എവിടെയായിരിക്കും പ്രസന്റേഷൻ നന്നാവുക? ട്രെയിനിങ്ങിൽ വരുമ്പോൾ. ഓക്കെ. ട്രെയിനിങ് ആവുമ്പോൾ പ്രസന്റേഷൻ ഒന്നുകൂടി നന്നാകും. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ. ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് മേഖലയിലും പോവാം. ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് മേഖലയിലും പോകാം. ഓക്കെ നല്ല ആൻസേഴ്സ് ആണ് ഇവിടെ പറഞ്ഞത്. 3 പേര് റിപ്ലൈ ചെയ്തു. താങ്ക് യു. ഭയങ്കര സന്തോഷം. കിട്ടിയാല് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് നമ്മൾ പഠിക്കും. ഗ്രേറ്റ്, സൂപ്പർ. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും സന്തോഷം. 4 പേര് നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്, ഡാറ്റയാണ് നമുക്ക് തന്നത്. അപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ നേരത്തെ ഇവിടെ സുഫൈല മാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് സ്കിൽ ഉണ്ടാകുന്നു, ഒരാൾക്ക് നോളജ് ഉണ്ടാകുന്നു, ഒരാളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരാളുടെ ലൈഫിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരാളെ നമുക്ക് കയ്യിൽ കിട്ടി, അയാളെ നമുക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡിലും സ്കില്ലിലും നോളജിലും നമുക്ക് അദ്ദേഹത്തെ എംപവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു ലൈഫ് ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഒരു ട്രെയിനിങ് അതല്ലെങ്കിൽ ഒരു സ്പീച്ച് എന്ന് വിചാരിച്ച് സ്പീച്ച് അമ്പേ മോശമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സ്പീച്ചിനെ നമ്മൾ ഒരിക്കലും അമ്പേ മോശമാണെന്ന് പറയുന്നില്ല. ബട്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്വീകാര്യയോഗ്യമായിട്ടുള്ള കുറച്ചും കൂടി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തെ നമുക്ക് വരണമെങ്കിൽ രണ്ടിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പറ്റുക. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശ്യവും അതേപോലെ തന്നെ അതിന്റെ റിസൾട്ടും ഒന്നാണെങ്കിൽ, ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശ്യവും അതിന്റെ റിസൾട്ടും മറ്റൊന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും, നിങ്ങളൊരു ടീച്ചർ ആവട്ടെ, നിങ്ങളൊരു എഞ്ചിനീയർ ആകട്ടെ, അതല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണക്കാരനാവട്ടെ, ഇങ്ങനെ തുടങ്ങി നിങ്ങൾ നാട്ടിലോ ഗൾഫിലോ എവിടെയുള്ള ഒരാൾക്കാണെങ്കിലും നിങ്ങൾക്കൊരു ട്രെയിനർ ആകാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് അഡ്വൈസ് ഇന്ന് ഇഷ്ടമല്ല.
അല്ലെ? ഉപദേശം എന്ന് പറയുന്ന ഒരു സാധനം എന്താണ്? ഉപദേശിക്കാൻ ഇങ്ങോട്ട് വരണ്ട, അത് ഫ്രീ ആയിട്ട് തരണ്ട എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അതിനേക്കാൾ അപ്പുറത്ത് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആളാണ്, ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്നെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന ഒരു ചിന്ത നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാൾക്കുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ഒരാളെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുക. അതല്ലെങ്കിൽ നമ്മൾ വായ തുറക്കുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റുന്നിടത്താണ് അവിടെ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു സ്കോപ്പ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോ സ്പീച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലാർജർ ഓഡിയൻസ്, അല്ലെ? ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകളെ ഒറ്റടിക്ക് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്പീച്ച് എന്ന് പറയുന്നത്. എന്നാൽ ട്രെയിനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ്സ് എ സ്മോളർ ഗ്രൂപ്പ്. ഒരു 25 പേര്, ഒരു 50 പേര്, ഒരു 100 പേര്, ഒരു 200 പേര്, ഇങ്ങനെ തുടങ്ങി ഒരു സ്മോളർ ഗ്രൂപ്പിലേക്കാണ് നമ്മൾ ട്രെയിനിങ് വരിക. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രെയിനിങ് അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ട്രെയിനർ എന്താ ചെയ്യുന്നത്? ഒരു ട്രെയിനർ ചെയ്യുന്നത് എന്താണ്? ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്. ഒരു പേഴ്സണെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോ നിൽക്കുന്ന ഒരു സാഹചര്യവും ഇനി ഇവരെത്തിപ്പെടേണ്ട ഒരു സാഹചര്യവും അനാലിസിസ് ചെയ്തുകൊണ്ട് ഇവരെ അതിലേക്ക് എത്തിക്കുക, ആ ഒരു ഗ്യാപ്പിനെ അവിടെ ഫില്ല് ചെയ്യുക, അല്ലെ? പേഴ്സൺസിന്റെ ആക്ച്വൽ ഗോളും അതേപോലെ തന്നെ അവരുടെ ഡിസയേർഡ് ഗോളും, അതല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസും അവരുടെ ഡിസയേർഡ് പെർഫോമൻസിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്? ട്രെയിനർക്കുള്ളത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാനിവിടെ നിൽക്കുന്നു, എനിക്ക് എത്തേണ്ടത് അവിടെയാണ്. ഞാൻ എങ്ങനെ എത്തുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നെ ഒരു ട്രെയിനർ ട്രെയിനിങ് ചെയ്ത് എന്നെ അവിടേക്ക് എത്തിക്കുന്നത്. അവിടെ എത്തിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് ടച്ചിങ് മൈ ലൈഫ് എന്നുള്ളതാണ്. ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ട്രെയിനർക്ക് കിട്ടുന്ന ഏറ്റവും ബെനിഫിറ്റ്സ് ആണ് ടച്ചിങ് ദ ലീവ്സ് ഓഫ് പീപ്പിൾ എന്നുള്ളത്. അതായത് മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഇവർക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇവരുടെ സംസാരങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് കയറിപ്പറ്റാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ഫീൽഡിൽ വർക്ക്, ഇതിന് ഒരു ട്രെയിനർ ആവാന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട ആവശ്യമില്ല. ഒരു സ്പീക്കർ ആകുന്നത് പോലെ തന്നെ നമുക്കൊരു ട്രെയിനർ ആകാൻ സാധിക്കും. ആ ട്രെയിനർക്ക് ഒരു ലേണിംഗ് എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക, ഒരു ലേണർ ആവാന്നുള്ളതാണ് ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതല്ലെങ്കിൽ ഒരു ട്രെയിനർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ട്രെയിനർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാകും, പക്ഷെ എന്താണ്, അദ്ദേഹത്തിന് സർവൈവ് ചെയ്ത് ആ ഒരു കാലത്തിനൊത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ലേണിംഗ് എന്നുള്ള ഒരു ടെൻഡൻസി, ആ ഒരു ബിഹേവിയർ, ഒരു ആറ്റിറ്റ്യൂഡ് ആർക്കുണ്ടാവണം? ട്രെയിനർക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഒത്തിരി മേഖലകൾ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് ട്രെയിനിങ്ങുമായി അതിന്റെ ഫീൽഡ് നമ്മൾ പറയുന്ന സമയത്ത് ഒത്തിരി ഫീൽഡിലേക്ക് നമുക്ക് ട്രെയിനിങ് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? PPT കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇതിൽ നമുക്ക് ഒരുപാട് ഫീൽഡുകൾ, ഇപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത് അല്ല, ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനർ ആവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇതിന്റെ ഒരു ബെനിഫിറ്റിലേക്ക് വരും. ഒരു ട്രെയിനർ ആകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകളിൽ ഏറ്റവും പ്രധാനം നമ്മൾ നന്നാവും എന്നുള്ളതാണ്. ഒരു ട്രെയിനർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യാവസാനം നന്നാകുന്ന ആള് നമ്മളാണ്. കാരണം ഒരു ട്രെയിനർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ അതിലൂടെ അവന്റെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ്. കാരണം
ഒരുപാട് ആളുകളുമായിട്ട് സംവദിക്കുന്നു, ഒരുപാട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, ന്യൂ സ്കില്ലുകൾ അച്ചീവ് ചെയ്യുന്നു, ഒരുപാട് റിവാർഡുകൾ ഉണ്ടാകുന്നു, നല്ല നോളജ് ഉണ്ടാകുന്നു. അതേപോലെ തന്നെ കോൺഫിഡൻസ്, നല്ല ഒരു കോൺഫിഡൻസ് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു ആത്മധൈര്യം ഉണ്ടാകും. കാരണം ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്ത് സംസാരിച്ച് പുതിയ നോളജ് അക്വയർ ചെയ്ത് അതേപോലെ തന്നെ സ്കിൽസ് അച്ചീവ് ചെയ്ത് നമുക്കുണ്ടാകുന്ന ഒരു മനോധൈര്യം ഉണ്ടല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വായ തുറക്കാൻ ആവശ്യമുള്ളിടത്തെല്ലാം നമുക്ക് വായ തുറക്കാൻ പറ്റുക, ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നിടത്ത്, ഒരു ആശയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നിടത്ത്, അല്ലെ, ഒരു ഫീഡ്ബാക്ക് പറയാൻ പറ്റുന്നിടത്ത്, ഒരു നോ പറയാൻ പറ്റുന്നിടത്ത് നോ പറയാം. ഇവിടെയെല്ലാം നമ്മൾ അതിന്റെ ഒരു എബിലിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മളൊരു ട്രെയിനർ ആവാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് അങ്ങനെ വെറുതെ ഒരു ട്രെയിനർ ആയിട്ട് അങ്ങനെ നിൽക്കുക എന്നുള്ളിടത്തല്ല, മറിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്താണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത്, ഇവിടെ എന്റെ സ്റ്റുഡൻസ് ഉണ്ട്, അവർ റിവ്യൂസ് ഒക്കെ പറയും അവർക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്നൊക്കെ. അപ്പോ നമ്മളൊരു ട്രെയിനറായിട്ട് പരിവർത്തനം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. നമുക്ക് ഒരുപാട് നോളജ് ഉണ്ട്. ഇപ്പൊ ഞാൻ PG കഴിഞ്ഞ ഒരാളാണ്, അതേപോലെ തന്നെ മറ്റൊരു PG ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ കൂടെ PG ചെയ്ത പല കൂട്ടുകാരുമുണ്ട്. പക്ഷെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തിടത്ത് എന്തുകൊണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു? അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ, അവിടെയാണ് ട്രെയിനിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാകുന്നത്. നമ്മൾ MSc സൈക്കോളജി കഴിഞ്ഞു, അതല്ലെങ്കിൽ മറ്റു PGകൾ കഴിഞ്ഞു, പക്ഷെ ഒരു കൗൺസിലിങ്ങിന് ഒരാൾ സംസാരിക്കാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുമ്പോൾ നമുക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്കൊരു കാര്യം പറയാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ പഠിച്ച നോളജുകൾ, അല്ലെ, നമ്മൾ പഠിച്ച ഒരു നോളജ് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുക. നമ്മൾ പഠിച്ചൊരു കാര്യം നിങ്ങൾ പറയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പറയാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഞാൻ ഇന്ന് എടുത്ത ക്ലാസ്, എന്റെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ എന്റെ സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊരു വെബിനാർ നടത്തിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ കേൾക്കുന്നതും ആ കേട്ടത് പറയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോഴും തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്, അല്ലെ? കേട്ടത്, അതല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിൾ ആണല്ലോ, പക്ഷെ അത് ഒരു 5 മിനിറ്റ് ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും അതിലെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പറയാൻ പറ്റുന്നിടത്ത്, ആക്ഷൻ എടുക്കാൻ പറ്റുന്നിടത്ത്, ആ ഒരു പ്രാപ്തിയിലേക്ക് നമ്മൾ എത്താം. നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കും, നമ്മൾ വിഷ്വലൈസ് ചെയ്യും, നമുക്ക് അവിടെ പോയിട്ട് ഇന്നത് പറയണം, അയാളോട് ഇന്ന രൂപത്തിലാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്, ഇന്ന ഫീഡ്ബാക്ക് ആണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്, പാരന്റ്സ് മീറ്റിങ്ങിന് പോയിട്ട് ടീച്ചർമാരോട് ശരിക്കും പറയണം. പക്ഷേ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാൻ പറ്റുന്നില്ലേ? പറയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഇവിടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഒന്നാമതായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, നമുക്ക് തരുന്ന കോൺഫിഡൻസ്, നമുക്ക് തരുന്ന ആ ഒരു വിഷൻ, നമുക്ക് തരുന്ന നമ്മളുടെ ആ ഒരു ആത്മബലം, സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക്, നമ്മളുടെ ശീലങ്ങളിലുള്ള മാറ്റം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടച്ച് ദ പീപ്പിൾ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ പറ്റുന്നു എന്നുള്ളത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടു മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുന്നത് വളരെ കുറഞ്ഞ ആളുകളെ മാത്രമാണ്. നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് കുറച്ച് ആളുകൾക്ക് മാത്രമാണ്. ആ സ്ഥാനം കൊടുത്ത ആളുകൾ നമ്മുടെ ലൈഫിൽ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത ആളുകളായിരിക്കും, ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ കൈപിടിച്ച ആളുകളായിരിക്കും. നമ്മളൊരു പ്രോബ്ലം ആയിട്ട് ഇരുന്ന സമയത്ത് നമ്മൾ അടുത്ത് വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു പ്രോബ്ലം കേട്ടയാളോ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ പറഞ്ഞ ഒരാളോ ആയിരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇട്ട ഒരു വോയിസ് കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട്, വർഷങ്ങൾക്ക് മുമ്പിട്ട ഒരു വീഡിയോ കണ്ടിട്ട്, സാറേ അതല്ലെങ്കിൽ മാഡം നിങ്ങൾ എൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു, എൻ്റെ ശീലത്തെ മാറ്റിമറിച്ചു, എന്നെ എനർജൈസ് ചെയ്തു, എൻ്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചു, എൻ്റെ നോളജിനെ ഇംപ്രൂവ് ചെയ്തു,
എൻ്റെ കരിയറിനെ മാറ്റിമറിച്ചു എന്ന് പറയുന്നിടത്ത് നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്, നമുക്കുണ്ടാകുന്ന ഒരു 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 സായുജ്യമുണ്ട്. അതാണ് ഒരു ടച്ചിങ് ദ ലൈവ്സ്. ചില സമയത്ത് എന്താണ്, ചില സമയത്ത് ജീവൻ വരെ രക്ഷിക്കാൻ ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു ട്രെയിനർക്കോ ഒരു സ്പീക്കർക്കോ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് എത്താൻ പറ്റും. നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഞാനിപ്പോ കഴിഞ്ഞ ഒരു അരമണിക്കൂർ മുമ്പ് എൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കമ്മ്യൂണിക്കേഷൻ അതല്ലെങ്കിൽ നമ്മളൊരു ഏതിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയം നമുക്കൊരു ഫെൽറ്റ് നീഡ് ഉണ്ട്. നമ്മൾ എന്തിനത് ചെയ്യണം, അവിടെയാണ് ആ ഫെൽറ്റ് നീഡാണ്. നമ്മൾ അത് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? നമ്മൾ പഠിക്കാൻ പോകുന്നു, എന്താണ് പഠിക്കാനുള്ള റീസൺ? വെറുതെ പോയിട്ട് പഠിക്കുകയാണോ? എല്ലാവരും പഠിക്കുന്നു, അപ്പൊ ഞാനും പഠിക്കട്ടെ. എല്ലാവരും ട്രെയിനർ ആകുന്നു, ഞാനൊരു ട്രെയിനർ ആവട്ടെ. എല്ലാവരും സ്പീക്കർ ആകുന്നു. എന്താണ് നിങ്ങളുടെ പിന്നിൽ, അതിന്റെ പിന്നിൽ നിങ്ങൾക്കുള്ള ഒരു റീസൺ? നിങ്ങൾക്കൊരു ദൃഢമായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ടോ? അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റുന്നുള്ളതാണ്. എന്തും ഏതൊരു കഴിവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെ? 60, 70, 80 വയസ്സായിട്ടുള്ള ആളുകൾ വാട്സപ്പ് യൂസ് ചെയ്യാൻ പഠിച്ചു, ഒരു ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യാൻ പഠിച്ചു, ഗുഡ് മോർണിംഗ് അയക്കാൻ പഠിച്ചു, ഗൂഗിൾ പേ പഠിച്ചു. എന്തുകൊണ്ട്? കാരണം അത് പഠിക്കാതെ നിവൃത്തിയില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവര് അത്രയും പ്രായത്തിനിടയിലും അവർക്കത് പഠിച്ചെടുക്കാൻ പറ്റി. അവർക്കത് ആവശ്യമായതുകൊണ്ടാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിന് കാലം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ അത് ചെയ്യാൻ തയ്യാറാണോ? 60, 70, 80 വയസ്സിൽ ഞാൻ PG ചെയ്യാൻ പോയ സമയത്ത് അവിടെ ഇതേപോലെ തന്നെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വന്ന 2 ആളുകൾ, അവർക്ക് ഏകദേശം 70 വയസ്സുണ്ട്. നടക്കാൻ പോലും പറ്റുന്നില്ല. പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ ഏറ്റവും അവസാനാണ്. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് ഇവർ ചിലപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കും. കാരണം വായിച്ച് പതുക്കെ പതുക്കെ ചെയ്യാണ്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്ക് പലപ്പോഴും ചില ദുരഭിമാനങ്ങളാണ്. ഇത്രയും വയസ്സായില്ലേ, ഞാൻ എങ്ങനെയാ പഠിക്കുക, ഞാൻ എങ്ങനെയാ ട്രെയിനിങ്ങിലേക്ക് വരിക, ഞാൻ എങ്ങനെയാണ് എന്നെ മാറ്റുക തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിചാരങ്ങളാണ്. ആ വിചാരങ്ങളെ നമ്മൾ മാറ്റിയിട്ട് നമുക്കെടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് 40 വയസ്സാണോ, 50 വയസ്സാണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫീൽഡിലേക്ക്, കരിയറിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ ജോലി കളഞ്ഞിട്ടൊന്നും ആവണ്ട. ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജോലിയിൽ നിലനിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ട്രെയിനറായി മാറാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമാണ്. നിങ്ങളുടെ സംസാരത്തിൽ മാറ്റം ഉണ്ടാകും, നിങ്ങളുടെ സമീപനത്തിൽ മാറ്റം ഉണ്ടാകും, നിങ്ങളുടെ കോൺഫിഡൻസിൽ മാറ്റം ഉണ്ടാകും. അങ്ങനെ തുടങ്ങി ഓരോന്നിലും നിങ്ങൾ മാറാനിരിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞ മറ്റുള്ളവരുടെ ഹൃദയത്തെ നമുക്ക് തൊടാൻ പറ്റുന്നു എന്നുള്ള രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ അവിടെ പറഞ്ഞത്. മറ്റുള്ളവരുടെ ഹൃദയത്തെ നമുക്ക് തൊടാൻ പറ്റുന്നു. അതേപോലെ തന്നെ നമുക്ക് ഒരു ട്രെയിനർ ആകണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. നമുക്കവിടെ ഏജ് ലിമിറ്റ് ഇല്ല. ഏത് ചെറിയ കുട്ടി, ഞാനിപ്പോ അടുത്ത് ഒരു ചെറിയൊരു വീഡിയോ കണ്ട്, 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി, അവരവരുടെ വീട്ടിലിരുന്ന് US-ലുള്ള കുട്ടികൾ എന്നാണ് എൻ്റെ ഓർമ്മ, കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് പഠിപ്പിക്കാൻ. 10ാം ക്ലാസ്സുകാരനാണ്. അപ്പോ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻകം ഒക്കെ കിട്ടുന്നുണ്ടല്ലോ? അപ്പൊ ഇൻകം ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോ ചെറിയ കുട്ടികൾ വരെ ട്രെയിനിങ് പഠിച്ച് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ക്ലാസ് കൊടുക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഇതൊന്നും അറിയാതെ, പഠിക്കാതെ, നമുക്ക് അത്രയും സാധ്യതകളുള്ളിടത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. 65 വയസ്സുള്ള റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് എൻ്റെ കൂടെ ഡിഗ്രി ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഇതേപോലെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ട്രെയിനിങ്ങിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് ഷെഡ്യൂൾ എന്നുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ അവസരങ്ങളെ നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാം. നിങ്ങളുടെ ടൈമിംഗ് നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാം. നേരത്തെ പറഞ്ഞ നിങ്ങൾക്കൊരു പ്രൈമറി ജോബ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നിർവഹിക്കാം. കുറച്ചു കാലം എത്തിയതിനു ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിൽ ജോലി ചെയ്ത് 13 വർഷം ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അതിനുശേഷം അവിടെ വെച്ച് തന്നെ ട്രെയിനിങ്ങുകൾ തുടങ്ങി. ഓൺലൈനിലാണ് പ്രധാനമായിട്ടും തുടങ്ങിയത്. അതിനുശേഷം പതുക്കെ പതുക്കെ ഞാൻ പറഞ്ഞു, അവിടെ നിന്നാണ് ബാച്ചുകൾ തുടങ്ങിയത്.
ഒന്നാമത്തെ ബാച്ച് തുടങ്ങി, രണ്ടാമത്തെ ബാച്ച് തുടങ്ങി. അതിനുശേഷം പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഈ ബാച്ചുകൾ കണ്ടിന്യൂ ചെയ്തു. അതിനെ ഒരു അക്കാദമിയാക്കി മാറ്റി. അതിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ കൊടുത്തു. ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ 15ാമത്തെ ബാച്ചിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ തുടക്കം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഒരു ട്രെയിനർ ആകണമെന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ കൈപിടിച്ച് ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരിക, അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന നെറ്റ്വർക്കുകൾ, ഒരു വലിയ ഒരു കൂട്ടായ്മ, അതല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ റിസർച്ച്, ഏകദേശം 70 years അബവ് നടന്ന റിസർച്ച്, ആ റിസർച്ചിന്റെ ഫലമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഏറ്റവും കൂടുതൽ ഹെൽത്തും ഏറ്റവും കൂടുതൽ വയസ്സും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ള ആളാണ്. ലോകത്തിലെ ഏറ്റവും നീണ്ടു നിൽക്കുന്ന റിസർച്ചിന്റെ ഒരു റിസൾട്ട് ആണ് ലോകത്ത് ഹെൽത്തിയർ ആയിട്ടും അതേപോലെ തന്നെ ഏറ്റവും ഏജോടുകൂടി നല്ല പിന്നെ ഹെൽത്തും അതേപോലെ തന്നെ ഏജും നിങ്ങൾക്ക് സുരക്ഷിതമാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ടീച്ചറേക്കാൾ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഒത്തിരി അല്ലെ, ഒരുപാട് സ്റ്റുഡൻസുകളെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോ ഒരു നെറ്റ്വർക്കുകളെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക, നിങ്ങളൊരു ടീച്ചറാണെന്ന് കരുതുക. നിങ്ങളൊരു സംഘടന വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്, നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. നിങ്ങൾ പറയുന്ന ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന ആ ഓർഡർ, അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് രീതികൾ ഉപയോഗിച്ചു തുടങ്ങാം. ട്രെയിനിങ് രീതികൾ നിങ്ങൾക്ക് അവലംബിക്കാം, അല്ലെ? അവിടെ അവലംബിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അവിടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ എവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, കമ്പനികളായി കഴിഞ്ഞാലും, എഡ്യൂക്കേഷൻ ഫീൽഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും, ഹെൽത്ത് ഇൻഡസ്ട്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാലും, ഇങ്ങനെ തുടങ്ങി എവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു ഫീൽഡിൽ നമുക്ക് വരാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ട്രെയിനർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി മാത്രമല്ല ക്ലാസ് കിട്ടുക. നമുക്കൊരു സ്കൂളിൽ, ഒരു കമ്പനിയിൽ, അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഫിസിക്കലി മാത്രം പോയി ക്ലാസ് എടുക്കുന്ന കാലം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് അവിടെ വീട്ടിലിരുന്ന് ആ കുട്ടി ഉണ്ടാക്കിയിട്ട് ഓരോ കുട്ടിക്കും $100 വെച്ച് മേടിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾ വീട്ടിലിരിക്കുക മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഈ സൂം ഉപയോഗിച്ചുകൊണ്ട്, ഈ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലുള്ള ആളുകളോട് സംസാരിച്ചും സംവദിച്ചും നിങ്ങൾക്ക് ഒരു ട്രെയിനറായിട്ട് മാറാൻ പറ്റും. അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ 15 ബാച്ചുകൾ എടുത്തത് കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. കംപ്ലീറ്റ്ലി 15 ബാച്ചുകൾ എടുത്തത് ഓൺലൈൻ തന്നെയാണ്. ഞാൻ എൻ്റെ അക്കാദമിയിൽ ഇരിക്കുന്നു. മുമ്പ് ഞാൻ വീട്ടിലായിരുന്നു, വീട്ടിലൊരു റൂമായിരുന്നു ഓഫീസ്. അത് പിന്നീട് ഞാൻ അക്കാദമിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ. എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോണും ഒരു സൂമും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു സാധനവും വേണ്ട. നിങ്ങൾ വേറെ ഒരു എക്സ്പെൻസും ഇല്ല. ലോകത്തിന്റെ ഇപ്പൊ ഇവിടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എല്ലാ ഒട്ടുമിക്ക നാട്ടിലുള്ളവരും ഗൾഫിലുള്ളവരൊക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് നിരന്തരം നമുക്ക് സമ്പർക്കം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ന് 7 മണി മുതൽ 8:30 വരെ, ഏകദേശം 8:25 വരെ നമുക്ക് അക്കാദമിയുടെ കീഴിലുള്ള പഠന പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തു. അതിനുശേഷം 8:30 മുതൽ 9:30 വരെ നമ്മുടെ 14ാമത്തെ ബാച്ചില്, നമ്മുടെ ഷഫീഖ് സാറൊക്കെ ഉള്ള 14ാമത്തെ ബാച്ചിന്റെ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞു 10 മണി മുതൽ നമ്മൾ തുടങ്ങുന്നു ഇവിടെ മറ്റൊരു ട്രെയിനിങ്. ഇങ്ങനെ നമുക്ക് എവിടെയാ പറ്റുക? അതും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും. അപ്പൊ ആളുകൾ ഇതിനോട് അഡാപ്റ്റ് ചെയ്ത ഒരു കാലമാണ്. അപ്പോൾ ഫിസിക്കൽ ട്രെയിനിങ്ങുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. മെഹബൂബ് സാറൊക്കെ ഇവിടെ നമ്മുടെ 13ാമത്തെ ബാച്ചിലുള്ള മെഹബൂബ് സാറൊക്കെ സൗദിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്.
അപ്പോ ഇങ്ങനെ തുടങ്ങി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതേപോലെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്താൻ നമുക്ക് ട്രെയിനിങ്ങിലൂടെ സാധിക്കുന്നു. നമുക്ക് ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാൻ, ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കാൻ, സംവദിക്കാൻ, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, അല്ലെ? ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് എന്ന് നമ്മൾ പറയാം. ഒരു ട്രെയിനിങ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആസ്ക് ആണ്. ആസ്ക് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, അതേപോലെ തന്നെ നോളജ്. ഇത് മൂന്നിലും വ്യത്യാസം ഉണ്ടാകണം. ഈ 3 വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ ട്രെയിനിങ് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഈ 3 കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ അവിടെ ട്രെയിനിങ് നടക്കും. അപ്പൊ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ട്രെയിനീസിന് ഇത് സംഭവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തും. എന്നാൽ സ്പീച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഓഡിയൻസിന് തീരുമാനിക്കാം. ഇത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഓഡിയൻസിന്റെ ഡിസിഷനാണ്. എന്നാൽ ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലിരിക്കുന്ന ട്രെയിനീസിന് ആ ഒരു സ്കില്ലിലേക്ക്, ആ നോളജിലേക്ക്, അവരെ അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ട്രെയിനിങ് ബാച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ട്രെയിനർ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും ഇവരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. ഇവര് നേരത്തെ ഒരു ട്രെയിനിങ് എങ്ങനെയാണ് എടുക്കുക എന്ന് ഇവർ ചിന്തിക്കുന്ന, ഒരു വിഷ്വല് ചെയ്യുന്ന ഒരു രീതി പോലും മാറും. ഇവരെങ്ങനെ ഒരു ട്രെയിനിങ് എടുക്കാൻ പോകണം, ഇവരെങ്ങനെ ഒരു ട്രെയിനീസിനെ നേരിടണം, ഇവര് ഏത് വസ്ത്രം ധരിച്ചു പോകണം, ഇവരെങ്ങനെ സമീപിക്കണം, ഇവരെന്ത് പറയണം, ഈ മുമ്പിലിരിക്കുന്ന ആളുകളുടെ ലേണിംഗ് സ്റ്റൈലുകൾ എന്താണ്, ഇവർക്ക് എന്ത് ആക്ടിവിറ്റി കൊടുക്കണം, ഈ ആക്ടിവിറ്റികളിൽ തന്നെ എന്തൊക്കെ എവിടെ കൊടുക്കണം, ഐസ് ബ്രേക്കർ എവിടെ കൊടുക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറിപ്പോവാണ്. നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ആ വിഷ്വലൈസേഷൻ, നമ്മൾ വിഷ്വല് ചെയ്യുന്നിടത്ത് തന്നെ നമുക്ക് മാറ്റങ്ങൾ തുടങ്ങും. അങ്ങനെ ആ ഒരു മാറ്റത്തിലൂടെയാണ് നമ്മൾ ആ ഒരു കോഴ്സ് 2 month ഡ്യൂറേഷൻ കഴിയുമ്പോൾ തന്നെ ആ മൈൻഡ് സെറ്റിൽ വരുന്ന ഒരു മാറ്റം. ഒരു 1 day ട്രെയിനിങ്ങിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ 1 day രാവിലെ തുടങ്ങുന്നു, അവസാനത്തോടു കൂടി അവസാനിച്ചു, പിറ്റേ ദിവസം നമ്മൾ വേറൊരു പണിക്ക് പോകും, അതോടുകൂടി അവിടെ കിടക്കും. ആ മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ആ ചേഞ്ച് അവിടെ കിടക്കും. ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ ഇതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അങ്ങനെ തുടങ്ങി നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയാണ് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. പിന്നെ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം MRP ഇല്ലാത്ത ആൾക്കാരാണ് ഈ ട്രെയിനർമാര്. നമ്മള് അടിയിലെ ഒരു കടയിൽ, ഇപ്പൊ ഞാനിവിടെ അക്കാദമി ഇരിക്കുമ്പോൾ അടിയിൽ പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു വെള്ളം മേടിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിന് 20 രൂപയാണെങ്കിൽ 30 രൂപ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, എന്താ ഇവിടെ എന്താ 30 രൂപ, അപ്പുറത്ത് 20 രൂപയല്ലേ ഉള്ളൂ ചോദിക്കും, അല്ലെ? എന്നാൽ ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അവനക്ക് തന്നെ നിശ്ചയിക്കാം എന്റെ ക്ലാസ്സിന് എത്ര വേണമെന്നുള്ളത്. എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരെ പിഴിയണം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ആൾക്കാരുടെ പിഴിയണം എന്നല്ല പറഞ്ഞത്. നമ്മൾ എപ്പോഴും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിരിക്കണം നമുക്ക്. നമ്മൾ എപ്പോഴും നമ്മളുടെ ട്രെയിനിങ്ങിന്റെ ക്വാളിറ്റിയെയാണ് നമ്മൾ എപ്പോഴും നോക്കുക. നമ്മളെ സർവീസ്, ഇവിടെ നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും യു ഹാവ് ടു ഫസ്റ്റ് എന്താ നിങ്ങൾ യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ സർവീസ്. ഡോണ്ട് ഫോക്കസ് ഓൺ ദ ഇൻകം. ഇൻകത്തെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് തുടങ്ങിയോ അത് പരാജയപ്പെട്ടിട്ടുണ്ടാകും. യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ ക്വാളിറ്റി ഓഫ് യുവർ സർവീസ്, ക്വാളിറ്റി ഓഫ് യുവർ ട്രെയിനിങ്, quality of your behavior, quality of your speech, quality of your words, quality of your content. Focus. അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ അതിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങളെ തേടി ആളുകൾ വരും. നമ്മൾ പറയുന്നത് ഡോണ്ട് ഹണ്ട്, അല്ലെ? അതായത് ഒരു മൃഗം മറ്റൊരു മൃഗത്തെ വേട്ടയാടുന്നത് പോലെ, ഒരു സിംഹം ഒരു മാൻകുട്ടിയെ വേട്ടയാടുന്നത് പോലെ, അതെന്താണ്? ഹണ്ട് ചെയ്യലാണ്, ഓടിച്ചിട്ട് പിടിക്കലാണ്. നമ്മൾ ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കണ്ട, ഓടിച്ചിട്ട് പിടിക്കരുത്. മറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പൂന്തോട്ടം ഉണ്ടാക്കി ആ പൂന്തോട്ടത്തിലേക്ക് ചിത്രശലഭങ്ങളെ ആകർഷിപ്പിക്കുക. അതിനെ അട്രാക്ട് എന്ന് പറയും. ചിത്രശലഭങ്ങൾ ഈ പൂക്കളെ തേടി വരുന്നത് പോലെ നിങ്ങളെ തേടി ആളുകൾ എത്തണം. അതാണ് ഹണ്ടിങ്ങും അട്രാക്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ സർവീസ് നല്ലതാണെങ്കിൽ നിങ്ങളെ തേടി ആളുകൾ എത്തും.
നിങ്ങൾ ആഡ് കൊടുക്കേണ്ടതില്ല, അല്ലെ? നിങ്ങൾ ആളുകളെ കൺവിൻസ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ സമീപനവും നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ നിലപാടുകളും ആശയങ്ങളും മനോഹരമാണെങ്കിൽ നിങ്ങളെ തേടി ആളുകൾ എത്തും, നിങ്ങൾക്ക് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കും, അല്ലെ? അപ്പോ നിങ്ങളൊരു ട്രെയിനിങ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അവരുദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു 10% കയറ്റി നിങ്ങൾ അവർക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ അവർ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുന്നിടത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ല, ചില ആളുകളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് വീണ്ടും വീണ്ടും സംസാരിക്കാൻ തോന്നും. ചില ആളുകളോട് റിലേഷൻ കുറെ നാള് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കും. കാരണം എന്താ, നമുക്ക് അവരുമായിട്ട് റിലേഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് വിളിക്കും. എന്താ നീ വിളിക്കാത്തേന്ന് ചോദിക്കും. അവര് വീണ്ടും വിളിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും വിളിക്കും. കാരണം എന്താ, നമുക്ക് അവരുമായിട്ടുള്ള ഒരു ബന്ധം വിച്ഛേദിക്കാൻ നമുക്ക് താല്പര്യമില്ല. ചില ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടതായിരിക്കും, നമ്പർ ചോദിക്കും. എന്താ, ഇയാളെ നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്, അല്ലെ? കോട്ടയത്തേക്കുള്ള ബസ് കയറിയതാണ്, നമ്മൾ തൃശ്ശൂർ ഇറങ്ങി, പക്ഷെ ഇയാളോട് 5 മിനിറ്റേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇറങ്ങാൻ നേരത്ത് ആളോട് ചോദിക്കും, നമ്പർ ഒന്ന് തരൂ, എന്താ, ഇയാളെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതേപോലെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, നമ്മളുടെ ജീവിതം എത്ര മനോഹരമായിരിക്കും. നമ്മൾ ഇപ്പോഴും എന്നിട്ട് നമ്മൾ എന്താണ് ആക്ഷൻ എടുക്കാതെ നമ്മളെ പഴി പറഞ്ഞോ, നമ്മളുടെ പാരന്റ്സിനെ പഴി പറഞ്ഞോ, സാഹചര്യങ്ങളെ പഴി പറഞ്ഞോ, പ്രിയപ്പെട്ട കൂട്ടുകാർ, എത്രയോ സമയം നമ്മൾ ഇതാക്കി കളയുന്നു. നമുക്ക് കഴിവില്ല എന്ന് പറയുന്നു. ആരാ പറഞ്ഞ കഴിവില്ല എന്ന്? നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്ര ക്വാളിഫിക്കേഷനിൽ അത്ര ആയിരക്കണക്കിന് ആളുകൾ, ലോകത്ത് 800 കോടി ജനങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ അടുത്തുള്ള പിന്നെ മാതൃഭൂമിയുടെ ഇതിൽ വന്നത്. 800 കോടി ജനങ്ങൾ കഴിഞ്ഞു. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ആൾക്കാർ നമ്മൾ 1-ാം സ്ഥാനത്തുണ്ട്. അപ്പൊ 1-ാം സ്ഥാനം നമുക്കുണ്ട് കേട്ടോ പോപ്പുലേഷനിൽ. അപ്പൊ ഞാനും വിഷമിക്കണ്ട, 1-ാം സ്ഥാനത്ത് നമ്മളുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഏതാ? ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ആളുകൾ നമ്മളാ. 142.8 കോടി ജനങ്ങൾ. ഇനി കേരളത്തിലേക്ക് വരും, 3.5 കോടി ജനങ്ങൾ. ഇത്രയും വലിയ മാർക്കറ്റാണ്. ഇത്രയും അധികം ആളുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ആളില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കൊരു വഴികാട്ടി കൊടുക്കാൻ ആളുകൾ ഇല്ല എന്നാണോ പറയുന്നത്? നിങ്ങൾ അടുത്തുള്ള ഒരു ട്യൂഷൻ സെന്ററിൽ പോയി നോക്കൂ, അവിടെ ഇരിക്കുന്നതാണോ കുറച്ച് കുട്ടികൾ? അവർക്ക് നിങ്ങൾക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റൂലേ? പറ്റും, അല്ലേ? അപ്പോ നമ്മൾ ഇനീഷ്യേറ്റീവ് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലേ? അപ്പോ നമുക്ക് ചുറ്റും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ യൂസ് ചെയ്യുക. ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് വരാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ട്രെയിനിങ് എന്ന് പറയുന്ന ഏറ്റവും സോഷ്യൽ കമ്മിറ്റ്മെന്റോടെ, ഒരു സോഷ്യൽ സർവീസോട് കൂടി മനുഷ്യരെ, ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെ, അതൊരു പാഷനായിട്ട് അതല്ലെങ്കിൽ അതിനെ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് ഒരു കരിയറായി മാറ്റാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അത് നാട്ടിലായി കഴിഞ്ഞാലും ഗൾഫിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വന്ന് നമ്മൾ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരാനും മറ്റുള്ളവരെ എംപവർ ചെയ്യാനും. അപ്പോ പല ആളുകളും വിചാരിക്കും മോട്ടിവേഷൻ ആവശ്യമുണ്ടോ? അതൊരു ചർച്ചയായിരുന്നു കുറച്ചു നാൾ മുമ്പ്, മോട്ടിവേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ മോട്ടിവേഷൻ അല്ല കേട്ടോ ട്രെയിനിങ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ അല്ല ട്രെയിനിങ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ട്രെയിനിങ്ങിന്റെ ഒരു പാർട്ടാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ശരിക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഒരു നീഡാണ്. അതായത് നമ്മൾ സാധാരണ ഫുഡ്, അതേപോലെ തന്നെ വീട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സേഫ്റ്റി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു നീഡാണ് മോട്ടിവേഷൻ. എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുള്ള ഒരു സാധനം, അല്ലെ? മോട്ടിവേഷൻ ആവശ്യമില്ലാത്ത ആരും ഉണ്ടാവില്ല. അതായത് ഒരു മൂവ് അപ്പ് ചെയ്യുക, ഒരാള് നമ്മളെ ഇങ്ങനെ എന്നാൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അത് റെയർ കേസുകളാണ്. വെറുതെ ഇരിക്കില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്നാൽ നമ്മളെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കൊരു തള്ളൽ ആവശ്യമാണ്. ആരെങ്കിലൊക്കെ ഒന്ന് പിടിച്ചിട്ടൊന്ന് എന്താ ചെയ്യാത്തെന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പൊ അവിടെ ഒരു ഇൻസ്പിറേഷൻ ചെയ്യുക, നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ട്രെയിനിങ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ മാത്രമല്ല കേട്ടോ. ട്രെയിനിങ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ അല്ല.
മറിച്ച് എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്ന അവരെ അപ്സ്കില്ല് ചെയ്യലാണ്. വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കുറെ കഥകൾ പറഞ്ഞ് അല്ലെ. നമ്മൾ സാധാരണ ഈ ചില വാട്സപ്പിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ കാറൊന്ന് പിടിച്ച് ഒറ്റക്ക് അല്ലെ കടിച്ചു വലിച്ചാലോ മോട്ടിവേഷൻ കിട്ടിയിട്ടേ അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ആളെന്തായി, പിന്നെ അതൊക്കെ മാറി അല്ലെ. നമ്മൾ മറ്റേ ഈ സോഡ പൊട്ടിക്കുമ്പോൾ കാണല്ലോ, അങ്ങനെ കുറെ പദം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒറ്റ പോകും. പിന്നെ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെള്ളം പോലെ ഉണ്ടാവും എന്നതുപോലെ മോട്ടിവേഷൻ. പക്ഷെ എല്ലാ ട്രെയിനിങ്ങുകളും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെ. മോട്ടീവ് പ്ലസ് ആക്ഷൻ എന്നുള്ളതാണ് മോട്ടീവ്. അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ചലിക്കുക എന്നുള്ളതാണ്. സൈക്കോളജി പഠിച്ചവർക്കൊക്കെ അറിയാം. തിയറി ഓഫ് മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ മോട്ടിവേഷൻ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് സയന്റിഫിക് അല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. മോട്ടിവേഷൻ എല്ലാവർക്കും ആവശ്യമാണ്. മോട്ടിവേഷൻ കിട്ടാതെ ആരവിടം വരെ എത്തിയത് അല്ലെ. നമ്മൾ പല സംഘടനകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ മോട്ടിവേഷനും കൊണ്ടുവരാം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എക്സാമിന്റെ സമയത്ത് മോട്ടിവേഷൻ, അങ്ങനെ തുടങ്ങി മോട്ടിവേഷൻ എല്ലായിടത്തും ആവശ്യമാണ്. പക്ഷെ മോട്ടിവേഷനും ട്രെയിനിങ്ങും ഒന്നല്ല, അത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ്. ഒരു സ്കില്ല്, ഒരാൾക്കൊരു സ്കില്ല് ആവശ്യമുണ്ടെങ്കിൽ ആ സ്കില്ലിനെ നമ്മൾ അവിടെ ആ ഒരു ഗ്യാപ്പ്, അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, കരിയർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതെങ്കിലും അദ്ദേഹത്തിന്റെ ഹെൽത്ത്, വെൽനെസ്, അങ്ങനെ തുടങ്ങി ഏതും ആയിക്കോട്ടെ, അവിടെ നമുക്ക് അതിനെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ട്രെയിനിങ്ങിനുള്ളത്. അപ്പൊ അവിടെ കേവലം ആ ആക്ഷൻ എടുപ്പിക്കാൻ കൂടി ആർക്ക് കഴിയണം? ഒരു ട്രെയിനർക്ക് അവിടെ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു ഫീൽഡിലായി കഴിഞ്ഞാലും നമുക്ക് തിളങ്ങാൻ പറ്റും. അപ്പൊ അതിനുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മൈൻഡ് ട്രെയിനേഴ്സ് ഉണ്ട്. മൈൻഡ് ട്രെയിനേഴ്സിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മെഡിറ്റേഷൻ, യോഗ, ഗ്രാറ്റിറ്റ്യൂഡ്, NLP, EFT, ഹാബിറ്റ്സ്, ഇമോഷൻസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ട്രെയിനർമാരുണ്ട് മൈൻഡുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്തുകൊണ്ട്. സോഫ്റ്റ് സ്കില്ലിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ലീഡർഷിപ്പ് ഉണ്ട്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, അതേപോലെ തന്നെ സെൽഫ് അവയർനെസ്, അങ്ങനെ തുടങ്ങിയിട്ട് സോഫ്റ്റ് സ്കില്ലുകൾ, ലൈഫ് സ്കില്ലുകൾ ഉണ്ട്. അതേപോലെ തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാം. പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരാം. കുട്ടികൾക്ക്, അഡൾട്ട്സ്, വുമൺസ്, പ്രൊഫഷണൽസിന് നമുക്ക് കൊടുക്കാം. ഇനി എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ പാരന്റിങ്, ടീച്ചേഴ്സ് ട്രെയിനിങ്, എക്സാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. ബിസിനസ് ട്രെയിനിങ്ങിലേക്ക് വരാം. ബിസിനസ് കോച്ച് ആകാം, സെയിൽസ്, മാർക്കറ്റിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൽ പോകാം, ടെക്നിക്കൽ ട്രെയിനേഴ്സ് ആകാം, ലാംഗ്വേജ് ട്രെയിനേഴ്സ് ആകാം, ആർട്ട് ട്രെയിനേഴ്സ് ആകാം. ഇങ്ങനെ ഡിഫറെന്റ്, നമ്മൾ ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ ഫീൽഡിലേക്ക് നമുക്ക് പോകുക എന്നുള്ളതാണ്. പക്ഷെ ഏത് ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് ഒരു ട്രെയിനിങ് എന്നുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള അതൊരു കലയാണ്, ഒരു ആർട്ടാണ് ശരിക്കും. ഒരു ആർട്ട് ഓഫ് ട്രെയിനിങ് എന്ന് നമുക്ക് പറയാം. അതൊരു കല തന്നെയാണ്. ആ കലയെ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് ഫീൽഡിലായി കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുക്കുക, അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകൾക്ക് നമുക്കൊരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തത്. അപ്പൊ അതിന്റെ നമ്മൾ 14-15 ബാച്ചുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകളൊക്കെ നടത്തി വരുന്നത്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. നമ്മൾ ഇന്നെടുത്ത ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ബാച്ചുകളിൽ കഴിഞ്ഞ ആളുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ അവർക്ക് സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ അവരെ കൊണ്ട് വേറെ 1-2 റിവ്യൂസ് ഒക്കെ നമുക്ക് പറയിപ്പിക്കാം. അതിനു മുമ്പായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റർ ഉണ്ടാക്കിയത്. അപ്പൊ അതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ഇത്രയും നേരം കേട്ടതിന് സന്തോഷം. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഡിയൻസിന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ചോദിച്ചോളൂ. ട്രെയിനിങ്ങുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് നമ്മളുടെ ട്രെയിനിങ്ങിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു
16 അതല്ലെങ്കിൽ ഏകദേശം ഒരു 20 ലൈവ് സെഷൻസ് നമുക്ക് ഉണ്ടാകും. ഏകദേശം ഒരു 2 മന്ത് വരുന്ന ഒരു കോഴ്സാണ്. വീക്കിലി 3 days ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതിൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ സെഷൻസ് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതായത് പോസ്റ്റർ മേക്കിംഗ്, പവർ പോയിന്റ്, സൂം ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാട്സപ്പ് ക്ലാസ്, AI, ഇതൊക്കെ എന്താണ് റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും. ഇതൊക്കെ ലൈവ് സെഷൻസ് ആയിരിക്കും. ഇത്രയും ക്ലാസ് മിനിമം ആണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 14ാമത്തെ ക്ലാസ് ഓൾറെഡി 14-15 ക്ലാസ് കഴിഞ്ഞു. ഇനിയും ഒരു 4-5 ക്ലാസ്സുകൾ ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 20 ക്ലാസ്സോളം നമുക്ക് ലൈവ് സെഷൻ ആയിട്ട് കിട്ടും. നമുക്ക് ഓരോ എലമെന്റുകൾ ഇതിൽ ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് 1-2, ഇപ്പൊ ഡീലിംഗ് വിത്ത് ഓഡിയൻസ് ഒക്കെ 2 ക്ലാസ് ഉണ്ട്. സ്കോപ്പ് ഓഫ് ട്രെയിനിങ്, അഡൽട്ട് ലേണിംഗ് പ്രിൻസിപ്പിൾസ്, അനാലിസിസ്, ഓഡിയൻസ്, കോണ്ടന്റ് ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ഹൗ ടു ഫീഡ്ബാക്ക് എങ്ങനെ പറയണം, ഐസ് ബ്രേക്കേഴ്സ്, റീഡിങ് സ്കിൽസ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100+ PPT കിറ്റ്, 50+ ഇ ബുക്സുകൾ. അതിന് കൂടാതെ നമുക്ക് ട്രെയിനേഴ്സ് ക്ലബ് ഉണ്ട്. ക്ലബിലുള്ളവർ ഏകദേശം 100+ 150 ട്രെയിനേഴ്സ് ഉണ്ട്. അവിടെ നമ്മൾ ഡിഫറെന്റ് ടാസ്കുകൾ കൊടുക്കുന്നു. അവർക്ക് നമ്മൾ അവരുമായിട്ട് നിരന്തരം ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, സപ്പോർട്ട് ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഓവറോൾ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ഒരു 1 minute. നല്ല ക്ലാസ് ആയിരുന്നു സർ. ഓക്കെ. ട്രെയിനിങ്ങും മോട്ടിവേഷനും ഒക്കെ നമുക്ക് ഡിഫറൻസ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഇവിടെ കൂടിയ ആളുകളോട് പറയാനുള്ളത്, എവിടെ പോകുന്നതിനേക്കാളും എൻ്റെ അഭിപ്രായത്തിൽ ഫൈസൽ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മേഖലയിലും എത്തിച്ചേരാൻ കഴിയും. കാരണം ആ രൂപത്തിലാണ് സാറിന്റെ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ട്രെയിനേഴ്സ് ഒക്കെ ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ സാറിന്റെ കൂടെ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. കാരണം ഞാൻ സാറിന്റെ കീഴിൽ പഠിച്ച ആളാണ് മോട്ടിവേഷന്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മോട്ടിവേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള നല്ലൊരു ക്ലാസ് ഒക്കെ കിട്ടിയത്. അതിനുശേഷം പല സ്ഥലത്തായിട്ട് മോട്ടിവേഷൻ എടുത്തിട്ടുണ്ട്, കുട്ടികൾക്കും മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും സ്കൂളുകളിൽ 2-3 ഇപ്പൊ സ്കൂളിൽ മലബാറിന്റെ അടുത്ത്, ഞാൻ മലബാറിലാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ അടുത്തുള്ള 2 സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോയി. അപ്പൊ ഇതൊക്കെ സാറിന്റെ ഒരു നമുക്കുള്ള ഒരു സപ്പോർട്ട് കൊണ്ടാണ് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കഴിയുന്നതും എല്ലാവരും ഇതിൽ ചേരുക സാറിന്റെ ക്ലാസ്സിൽ. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു റസിയ മാം. മലബാർ ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ് റസിയ മാം. സ്റ്റുഡൻസ് കൗൺസിലർ ആണ്. അപ്പോൾ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രെയിനിങ് കൂടി അതിൽ പഠിക്കുക എന്നുള്ളത് ഒരു ആഡ് ഓൺ ആണ്. ഒരു ആഡ് ഓൺ, ഒരു ക്വാളിഫിക്കേഷൻ ആണ്. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ശിവയാണ്. ശിവ മാം. എനിക്ക് പറയാനുള്ളത്, സാറിന്റെ ക്ലാസ് എപ്പം കയറിയാലും എന്തെങ്കിലും ഒന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ അത് എത്ര വൈകിട്ടായാലും സാറിന്റെ ക്ലാസ്സിന് കയറണം എന്നുള്ളത്, ലൈവായിട്ടിന് കയറണം എന്നുള്ളത് അത് എപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അപ്പം എല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാറിന്റെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഞാനിപ്പോ 13th ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആണ്. സാറിന്റെ ക്ലാസ് പ്രാക്ടിക്കൽ സെഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല ഇംപ്രൂവ്മെന്റ് ആണ്. സാറിന്റെ ഓരോ ക്ലാസ്സിനും വളരെ വാല്യുബിൾ ആണ്. അപ്പം ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം. സാറിന്റെ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് ഒരു വിധം നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിലും റെക്കോർഡ് ക്ലാസ് നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ആർക്കും ക്ലാസ് നഷ്ടാവൂല. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ട്രെയിനിങ് സെഷനിലോട്ട് ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല്, ഫൈസൽ സാറിന്റെ ക്ലാസ്സിന് മാഷാ അല്ലാഹ്, ആ ഒരു മേഖലയിലേക്ക് തിരിയുന്ന ഒരാൾക്ക് ഈ ക്ലാസ് അത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്ലാസ്സിൽ
ഇപ്പൊ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും ഇനി 15ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻസ് ആണെങ്കിലും സാറ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ കാണുന്നത് പോലെ അവരെ കെയർ ചെയ്യുന്നത് പോലെ നമ്മളെല്ലാം കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. എനി ടൈം സപ്പോർട്ടാണ് സാറിന്റെ. ആ ഒരു സപ്പോർട്ട് എനിക്ക് എടുത്തു പറയാതെ വയ്യ. ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഓൺലൈൻ കോഴ്സുകളെല്ലാം ചെയ്തു. ട്രെയിനിങ് സെക്ഷൻ അല്ലാത്ത പല കോഴ്സുകളും. അപ്പൊ അവിടെ എവിടെയും എനിക്ക് കിട്ടാത്ത ഒരു സപ്പോർട്ടാണ് സാറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സാറ് നമ്മൾ ഓരോ സ്റ്റുഡൻസിനും വേണ്ടി എന്തൊക്കെ പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടെത്തി അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാം, അവരുടെ ടാലന്റ് എങ്ങനെയൊക്കെ വികസിപ്പിച്ചെടുക്കാം, അവരെ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിൽ സാർ എപ്പോഴും ഒരു റിസർച്ചിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും ഒരു സപ്പോർട്ടിങ് ഹാൻഡാണ് സാറ്. ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ട്രാക്ക് തന്നെയായിരിക്കും സാറിന്റെ വിംബിൾ അക്കാഡമിയും സാറിന്റെ ക്ലാസ്സും. താങ്ക്സ് ടു ഓൾ. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. നമസ്കാരം. എൻ്റെ പേര് ഷഫീഖ്. നിലവില് ഈ 14ാമത്തെ ബാച്ചിലാണ് ഉള്ളത്. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചാണ് 14ാമത്തെ ബാച്ച്. കുറെ കാലമായി ട്രെയിനിങ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് മോഹം മനസ്സിലുണ്ടായിരുന്നു. പല അന്വേഷണങ്ങളും നടത്തി. അങ്ങനെ കുറച്ചു മുമ്പ് യൂട്യൂബില് വിൻബിൾ അക്കാദമിയുടെ പേജ് കണ്ടു. അപ്പൊ അതിൽ നിന്ന് കുറെ പ്രൊഫഷണൽ ട്രെയിനർ ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ ഫൈസൽ സാറിന്റെ ഇതിൽ നിന്ന് ട്രെയിനേഴ്സ് ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അതിലൂടെ ട്രെയിനറായി മാറിയ ഒരുപാട് ആളുകൾ അവരെ അവതരിപ്പിക്കുന്ന ആ മികവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫൈസൽ സാറിന്റെ നമ്പർ അതിൽ നിന്ന് കിട്ടി, വിളിച്ചു, ഉടനടി ജോയിൻ ചെയ്തു. ഇപ്പൊ ഏകദേശം ഒരു 12 ക്ലാസ് കഴിഞ്ഞു. ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ്. ഒരുപാട് എല്ലാം പുതിയ ഇൻഫർമേഷൻ ആണ്. നമ്മെ അടിമുടി മാറ്റുന്ന, നമ്മൾ എന്താണ് ആഗ്രഹിച്ചത്, ഒരു ട്രെയിനർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റി. മാത്രമല്ല സാറ് ഒരു ലോങ് ടൈം നമ്മളൊരു മെന്ററായിട്ട് നമ്മൾ കൂടെ ഉണ്ടാവും. എല്ലായ്പ്പോഴും നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, നമ്മുടെ വിവരങ്ങൾ പറയാം. നമ്മൾ ഇനി ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടും മുന്നിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുള്ള ഒരു ഉപദേശ നിർദ്ദേശങ്ങളുമായിട്ട് സാർ എപ്പോഴും കൂടെ ഉണ്ട്. ഇതുവരെയുള്ള 12 ക്ലാസ് വളരെ നല്ല രീതിയിൽ അനുഭവപ്പെട്ടു. ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ. ഇനിയും ഒരുപാട് മാറ്റം ഉണ്ടാവും. സാറിന്റെ സപ്പോർട്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ട്രെയിനിങ് മേഖല വളരെ ഡെവലപ്ഡ് ആണ്. എല്ലാ മേഖലയും പാരന്റിങ് സെക്ഷൻ ആവാം, സെയിൽസ് സെക്ഷൻ ആവാം, അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയാവാം. അങ്ങനെ എല്ലായിടത്തും ഇന്ന് ട്രെയിനിങ്ങിന്റെ സാധ്യത അങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിനുള്ളത്. അപ്പൊ എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് പോകാൻ ഈ ഫൈസൽ സാറിന്റെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതോടെ, ഈ ബാച്ചിൽ ഏതെങ്കിലുമൊക്കെ ബാച്ചിൽ വരും ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പുതുതായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. അവർക്ക് എല്ലാവരിലും ഒരുപാട് മാറ്റം ഉണ്ടാവും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഹായ് സാർ. ഹായ്. ഞാൻ ഒരു ട്രെയിനർ ആകണമെന്ന് ആഗ്രഹിച്ചല്ല ഇതിലേക്ക് വന്നത്. ഫസ്റ്റ് എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്ന് വർദ്ധിപ്പിക്കണം. പിന്നെ സാറിന്റെ സ്റ്റുഡൻസിന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ടാണ് ഞാൻ കൂടുതലും, അതിനു മുമ്പേ സാറിനെ എനിക്കറിയാം. അപ്പോൾ സാറാണ് എനിക്കൊരു ജോലി തന്നത്. അപ്പൊ അതിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് വന്നത്. അല്ലാതെ ഒരു ട്രെയിനർ എന്ന ഒരു ലെവലിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചില്ല. പക്ഷെ ഇപ്പൊ ഒരു ട്രെയിനർ ആയി കഴിഞ്ഞു. മറ്റന്നാൾ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോ ഞാൻ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം, നിങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ്. സാറിന്റെ ക്ലാസ്സിലെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിന്റെ കാരണം. പിന്നെ ഇപ്പൊ സംസാരിച്ച ഷെഫീഖ് സാറും ഞാനും ഒരുമിച്ച് ഒരു ബാച്ചിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ബാച്ച് കഴിഞ്ഞിട്ട് കൂടിയില്ല. എന്നിട്ട് നമുക്ക് ആ ക്ലാസ് എടുക്കാനുള്ള ഒരു കോൺഫിഡന്റ്, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. 12 ക്ലാസ്സേ നമുക്ക് ആയിട്ടുള്ളൂ. ഇനി ഇതിനേക്കാൾ കൂടുതൽ ഒരു ഉദാഹരണം ഇനി എനിക്ക് പറഞ്ഞുതരാനില്ല. താങ്ക് യു. ഹലോ ഫൈസൽ സാർ. യെസ്. സുഖാണ് സാർ? സുഖാണ്. കുറച്ച് വൈകി പോയി കയറാനെ. എന്തായാലും ഫൈസൽ സാറുമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ബന്ധം തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ടെങ്കിലും
ഇങ്ങനൊരു വിംബിൾസ് അക്കാദമി മുന്നോട്ട് പോകുന്നതും ആ ക്ലാസ്സുകളൊക്കെ നല്ലതാണെന്നൊക്കെ പുറത്തു കൂടെ കേൾക്കുകയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ പലവട്ടം മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പല സ്ഥലത്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ല. നമ്മളുടെ മുമ്പുള്ള എന്നുള്ള ഒരു പരിചയമാണ്, നമ്മൾ സൗഹൃദം പങ്കുവെച്ച് പിരിയാറാണ് പതിവ്. പക്ഷേ പുറത്തു കൂടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ ഫൈസൽ സാറിന്റെ ക്ലാസ് ഭയങ്കര സംഭവമാണെന്നൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കും അതിലേക്കൊന്ന് പങ്കെടുക്കാമെന്ന് തോന്നിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ക്ലാസ് കേട്ട് തുടങ്ങിയപ്പോൾ ഞാനിപ്പം ഒരു ദിവസം ഒരു ക്ലാസ് എങ്കിലും, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരു മിനിറ്റുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പെങ്കിലും കാണാതെ പോകാറില്ല. കാരണം എന്താ വെച്ചാല് ശരിക്കും ഒരു കോപ്പി അടിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഞാനിപ്പോ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കേണ്ട കുറെ നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും നമ്മളെ വർക്കുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ നമ്മളെ സ്റ്റുഡൻസ് പോലും ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ ശരിക്കും അതിനെ ഒരു ഫൈസൽ സാറിന്റെ ഒരു ഗുരുവിന്റെ നിർദ്ദേശം എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും ഡൗട്ട്സ് വരുമ്പോൾ ആരോടാ ഇതിപ്പോ ചോദിക്കാന്നുള്ളത് തുറന്ന് ചോദിക്കാൻ പറ്റും. കാരണം നമ്മൾ അറിവില്ലായ്മ നമുക്ക് ചോദിക്കാൻ പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്നവരാണ്. അപ്പൊ തുറന്ന് ചോദിക്കാൻ നമ്മളൊരു സഹോദരനെ പോലെ ചേർത്ത് നിർത്തിയിട്ട് നമുക്കത് ക്ലിയർ ചെയ്ത് തരാൻ ഫൈസൽ സാറ് പല അവസരവും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിനൊരു ബിഗ് സല്യൂട്ട്, കാരണം നന്ദി പറയാണ്. താങ്ക് യു ഫൈസൽ സാർ. ഈ ഒരു ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിൽ ചേർന്നതിന്റെ ശേഷം ഒരുപാട് നമ്മുടെ സംസാരത്തിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 200 പേരുള്ള ഗ്രൂപ്പിൽ ഏത് രീതിയിലാണ് നമ്മൾ ഇടപഴകേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നമ്മളുടെ കാര്യങ്ങളൊക്കെ അവിടെ എങ്ങനെ അവതരിപ്പിക്കണം, കുറഞ്ഞ വാക്കുകളിലൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതെന്തായാലും ഫൈസൽ സാറിന്റെ ഈ ഒരു കോഴ്സിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു എന്താ പറയാ സമ്മാനമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ കോഴ്സ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഒന്നിച്ചുള്ള ഒരു മാറ്റത്തിന് തയ്യാറാവാം. അതിന് നമ്മളുടെ ഈ ഒരു വിംബിൾസ് അക്കാദമിയെ നമുക്കൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും ചേർന്ന് ശ്രമിക്കാം. ഫൈസൽ സാറിനോടൊപ്പം നിൽക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. സാറിന് നമ്മളോടൊപ്പം നിൽക്കാനും നമ്മളെ എന്നും ഒരു എന്താ പറയാ ഒരു കുടക്കീയിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് മാം. ഹലോ, കേൾക്കാമോ? ശൈല മാം. ശൈല മാം. താങ്ക് യു സോ മച്ച്. സാറിന്റെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് സൗണ്ട് കുറവുണ്ടല്ലോ മാം. ക്ലാസ്സിൽ എന്റെ ഫോണിന് പണ്ടേ ഉള്ളൊരു പ്രശ്നമാണ് സാറേ. കേൾക്കാമോ? ഓക്കെ. കേൾക്കാമോ? യെസ് കേൾക്കാം. സാറിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ശരിക്കും ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നീണ്ടത് കൊണ്ടാണ് ഇപ്പോഴും ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി തിരക്കും ജോലിയൊക്കെ ആകുമ്പോൾ പോകുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് സാറിന്റെ ഈ ക്ലാസ് കയറുമ്പോൾ വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടാതിരിക്കില്ല ഉറപ്പായിട്ട്. ഇന്നിപ്പോ ആക്ച്വലി എനിക്ക് ഒത്തിരി ഹോണ്ട് ചെയ്തൊരു സംഭവമാണ്. നമ്മളാരും ഹണ്ട് ചെയ്യാൻ പോകണ്ട, പൂമ്പാറ്റയെ പിടിക്കാനായിട്ട് നേരത്തെയും സാർ എന്തോ ഒരു ഇതിൽ സാർ പറഞ്ഞിട്ടുണ്ട്. പിടിക്കാൻ പോണ്ട, നമ്മളൊരു പൂന്തോട്ടം ഉണ്ടാക്കിയാൽ അതിലേക്ക് ഇങ്ങോട്ട് ആകർഷിക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങള് സാറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് കൊണ്ട് ഈ ഫീൽഡിൽ തന്നെ ഇങ്ങനെ നിന്ന് പോകും. അല്ലെ ചിലപ്പോ നമ്മൾ വിട്ടുപോകും തിരക്കില്. അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് സാറിന്റെ. ഇപ്പോഴും നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് ആശ്രയിക്കാൻ പറ്റും. അകലെ ഈ ഫോണിന്റെ തലക്കൽ ഒരാളുണ്ട് എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ഒരാളാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനോട് ചോദിക്കാം. അങ്ങനെ ഒരു ക്ലാസ് കഴിഞ്ഞ് കൈവിട്ടു പോകുന്ന ഒരു സംഭവമല്ല. അത് ഭയങ്കര ഒരു ഹെൽപ്പാണ്, ഹെൽപ്പിംഗ് ഹാൻഡ് തന്നെയാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ചിലപ്പോ കുറെ പേര് ഇപ്പോ ലാലി മാം ഒക്കെ പറയാൻ ഹലോ, ഞാനത് പറയാതെ പോയാലേ ഞാൻ കുറെ നേരം ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുക. ഞാൻ ആകെ ടെൻഷൻ, എനിക്ക് പറയാൻ പറ്റൂലേ. എന്തായാലും എന്റെ പേര് ശ്രീജ. എനിക്ക് സാറ് പറഞ്ഞെടുത്ത് തന്നെ ഞാൻ തുടങ്ങുകയാണ്. കാരണം നമുക്കൊരു കാര്യം കൈ കിട്ടിക്കഴിഞ്ഞാല് അത് നമ്മൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അത് ചെയ്ത് വെച്ചതിൽ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. തൊട്ട് മുന്നേ എനിക്ക് 7 മണി മുതൽ
ഇപ്പൊ 8:30 വരെ നമുക്ക് മഹബൂബ് സാറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ് ഉണ്ടായിരുന്നു. സാർ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോഴും ഞാൻ അവിടെ അത് പറഞ്ഞു വെക്കുകയുണ്ടായി. കാരണം എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ ബാച്ച് ഞങ്ങൾ കുറച്ച് ആളുകൾ സാറിന് ഞങ്ങൾക്ക് സ്വന്തം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തില്ല. പക്ഷെ അപ്പൊ അടുത്ത ബാച്ചുകാർ ഞങ്ങൾക്ക് കിട്ടണം, അങ്ങനെയാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും സ്വന്തമാണ് എന്നുള്ളതും ഏറ്റവും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അത് ഉപയോഗിക്കാം. ഏറ്റവും ഞാൻ മനസ്സിലാക്കിയ വലിയൊരു കാര്യം, ഏത് തിരക്കിന്റെ ഇടയിലും ഇപ്പോ ഈ ക്ലാസ് കൊടുക്കുന്ന ഇടയിലൊക്കെ ഞാൻ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, അതിനൊക്കെ എനിക്ക് മറുപടി വരുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു വിമ്പിൾ അക്കാദമിയിൽ സാറ് മുന്നോട്ട് വരുന്ന ഒരു ക്ലാസിന്റെ വലിയൊരു പ്രത്യേകത. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടി. എനിക്ക് പിന്നെ നേരിട്ട് 3 ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റി. ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഒരു ക്ലാസ് എനിക്ക് ഇനോഗ്രേഷൻ ചെയ്യാൻ എന്നെ ക്ഷണിച്ചു എന്നുള്ളതാണ്. അപ്പോ അത് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാനൊരു അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ശങ്കിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. മുന്നോട്ടേക്ക് അത്ര അംഗൻവാടി ടീച്ചേഴ്സിനെ കാണുന്നത് ചെറിയൊരു വിദ്യാഭ്യാസത്തിന്റെ രീതിയിലാണല്ലോ. അപ്പൊ ഇതൊന്നും അല്ല എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം അതെന്റെ വായനയുടെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ്. അപ്പോ ഇപ്പോഴാണ് ഞാൻ മഹബൂബ് സാറ് വിദേശത്താണെന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോ ഒക്കെ അവിടെ മഞ്ചേരി നിന്ന് സംസാരിക്കാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റിയതിന്റെ വലിയൊരു പിന്നെ വാല്യൂ, അല്ലെങ്കിൽ എന്താ പറയാ, ഏറ്റവും വലിയൊരു നാഴിക കല്ലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റും കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഫൈസൽ സാർ. എല്ലാവരും ഈ ഒരു വിമ്പിൾ അക്കാദമിയുടെ കീഴിൽ നടക്കുന്ന ട്രെയിനേഴ്സിൽ അത് തന്നെ ജോയിൻ ചെയ്യുക. കാരണം എനിക്ക് കുറച്ച് ആളുകളെ കൊടുക്കാൻ പറ്റി, എന്റെ മകളെ കൊടുക്കാൻ പറ്റി, എന്റെ 2 സുഹൃത്തുക്കളെ കൊടുക്കാൻ പറ്റി. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിലൂടെ നമ്മളിൽ നിന്ന് കണ്ട മാറ്റത്തിൽ നിന്ന് അവർ കയറിപ്പോയതാണ്. അപ്പം അവർക്കും അതിന്റെ മാറ്റം ഉണ്ടെന്ന് അവര് എൻ്റെ അടുത്ത് നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്ത് നല്ല ട്രെയിനർ ആവാൻ പറ്റട്ടെ. സാറിന്റെ അത്രയും ആ ഒരു സമയം ഞങ്ങൾക്ക് തരാൻ പറ്റട്ടെ. കുറച്ചൊക്കെ കുടുംബത്തിനും കൊടുത്തു, ഞങ്ങൾക്ക് തരാൻ പറ്റട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ലാലി, എന്തൊക്കെയുണ്ട് പറയൂ. താങ്ക് യു സോ മച്ച് ശ്രീജ മാം. അപ്പോ എന്തായാലും സന്തോഷം. നമ്മുടെ സ്റ്റുഡൻസ് പിന്നെ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു. ഇത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ന ഒരാൾ, ഞാൻ നിങ്ങളെല്ലാവരും ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാകാൻ പറ്റിയത്, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതായത് നമ്മൾ ഒരു ട്രെയിനിങ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആളുകൾ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ട്രെയിനിങ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് 14 ബാച്ച് നടത്താൻ പറ്റിയത്, അല്ലെങ്കിൽ 15 ബാച്ച് നടത്താൻ പറ്റിയത് നിങ്ങൾ അവിടെ വന്ന് എന്നെ കേട്ടത് കൊണ്ടാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു ഓവറോൾ കോമ്പിനേഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ ഒരു ചിന്താഗതിയോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട്. അതായത് വന്ന വഴികളെ മറക്കാതെ, നമ്മളെ ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് എടുക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മുടെ മുമ്പിലിരുന്ന് നമ്മളെ കേട്ട ആൾക്കാരുണ്ടാവും, അല്ലെ? അവർക്കാണ് ആദ്യം നമ്മളൊരു കൈ കൊടുക്കേണ്ടത്, അല്ലെ? അവരുണ്ടായത് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ എത്താൻ പറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മൾ ആദ്യമായിട്ട് വോയിസ് ഇട്ട സമയത്ത് വന്ന് ലൈക്ക് അടിച്ച, ഒന്നും നോക്കാതെ വന്ന് ലൈക്ക് അടിച്ച ആൾക്കാരുണ്ടാവും, അല്ലെ? അവരെ ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അവരൊക്കെ നമ്മളെ ഇങ്ങോട്ട് എത്തിച്ച, നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത, ഇൻസ്പയർ ചെയ്ത ആളുകളിൽ പെട്ടവരാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മുടെ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു രീതിയായിരിക്കണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സോഷ്യൽ സർവീസിന്റെ ഒരു ഭാഗം കൂടിയാണ് ഒരു ട്രെയിനിങ് എന്നുള്ളത്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകളൊക്കെ തരാൻ നമ്മൾ സന്നദ്ധമാണ്. ഇനിയിപ്പോൾ നമ്മളവിടെ തന്നെ ചേരണം നിർബന്ധമൊന്നുമില്ല. ട്രെയിനിങ്ങിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എവിടെയൊക്കെയാണോ ചേരാൻ പറ്റുക അവിടെയൊക്കെ ചേർന്ന് നിങ്ങൾ ആ ഒരു ട്രെയിനിങ് ഇൻഡസ്ട്രിയിലേക്ക് വരിക. അപ്പോൾ ഇനി എന്തെങ്കിലും മറ്റുള്ളവർക്ക് സ്റ്റുഡൻസുകൾ വന്ന് ഇനി വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതൊരു പ്രയാസമാവണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ലാലി മാം ഒക്കെ പറഞ്ഞതായിട്ട് ഞാൻ കൂട്ടുകയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. അതെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ,
അപ്പോൾ മറ്റു സംശയങ്ങളൊന്നും ഇല്ല എന്ന് കരുതാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടതിലും അതേപോലെ തന്നെ നിങ്ങളിവിടെ ഇത്രയും സമയം നമുക്കറിയാം 11 മണിയായിട്ട് 11 മണി കഴിഞ്ഞു. അത്രയും നേരം വന്നതിലും സംസാരിച്ചതിലും കേട്ടതിലും ഒക്കെയുള്ള സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വിംബിൾ അക്കാദമിയുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. അതിലായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രീ വെബിനാറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുക. അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ അതിലായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. യെസ്, റെക്കോർഡ് ഉണ്ടാകും കേട്ടോ. റെക്കോർഡ് ഞാൻ അയച്ചു തരാം. ഒന്നുകിൽ ഗ്രൂപ്പിൽ ഇടാം, അതല്ലെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു എവരിവൺ. എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you all. Thank you, sir. Good night. Good night. Good night.